എല്ലാവർക്കും നമസ്തേ. നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി സരളി വരിശകൾ പ്രാക്ടീസ് ചെയ്തു. അതിൻ്റെ പാട്ടും വീണയിൽ വായിച്ചതുമെല്ലാം നല്ലോണം പ്രാക്ടീസ് ചെയ്തായിരുന്നു എല്ലാവരും. എല്ലാ ദിവസവും നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ നമ്മളെ കൈക്ക് നല്ല ഓട്ടം കിട്ടുള്ളൂ. സ്പീഡിനുള്ള എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പം നമുക്കതിൽ കൈ ഓടി കിട്ടുള്ളൂ. ഓക്കെ, എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ എപ്പിസോഡിൽ വീണയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രധാനമായും വീണ നിർമ്മിക്കുന്നത് പ്ലാവിൻ തടിയിലാണ്. തേക്കിൻ തടിയിലും നിർമ്മിക്കാറുണ്ട്. എന്നാലും പ്രധാനമായും സരസ്വതി വീണകൾ നിർമ്മിക്കുന്നത് പ്ലാവിൻ തടിയിലാണ്. വീണയുടെ ഘടന എന്ന് പറയുമ്പോൾ വലിയ കുടം, ചെറിയ കുടം, പിന്നെ ദണ്ട് പോയിട്ട് വ്യാളിയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പൊതുവെ വീണകൾ 3 പീസായിട്ടാണ് ചെയ്യുന്നത്. ഈ വീണ ഒറ്റ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിലൊന്നും ഒരു ജോയിൻ്റ് ഒന്നും വന്നിട്ടില്ല. വ്യാളിയുടെ ഈ മുഖം വരെയും ഒറ്റ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ ഒറ്റത്തടിയിൽ ചെയ്ത വീണ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വലിയ കുടത്തിൽ ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജിൽ നിന്ന് ലെങ്കർ കമ്പികൾ വഴി വലിയ ബ്രിഡ്ജിൽ കൂടെ 4 കമ്പികൾ ഘടിപ്പിച്ച് ഇവിടെ വന്ന് ബെരടകളുമായിട്ട് യോജിപ്പിക്കുന്നു. കൂടാതെ താളമിടുന്നതിനുള്ള 3 കമ്പികൾ സൈഡിലുണ്ട്. അത് 3 സൈഡ് ബ്രിഡ്ജ് വഴി ഈ 3 ബെരടകളിലായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. വീണയുടെ പ്രധാന ഭാഗമാണ് ഈ മേളം എന്ന് പറയുന്നത്. ഇത് വാക്സിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ ദണ്ടുകൾ ഘടിപ്പിച്ച് 24 മെട്ടുകളെന്ന് പറയുന്നത് ഘടിപ്പിച്ചിട്ടാണ് വീണ മേളം ചെയ്തെടുക്കുന്നത്. വീണയ്ക്ക് 24 മെട്ടുകളാണ്. 12 സ്വരസ്ഥാനങ്ങളും അതിൻ്റെ ഹയർ നോട്ടുകളും ചേർന്നാണ് 24 മെട്ടുകൾ വരുന്നത്. 4 കമ്പികളാണ് നമ്മൾ വായിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കമ്പി സാരണ ഷഡ്ജം, രണ്ടാമത്തെ കമ്പി പഞ്ചമം പ, മൂന്നാമത്തെ കമ്പി സ, ഒന്നാമത്തെ കമ്പിയുടെ മന്ത്രസ്വരം, നാലാമത്തെ കമ്പി പഞ്ചമം, രണ്ടാമത്തെ കമ്പിയുടെ മന്ത്രസ്വരം. കൂടാതെ 3 താളക്കമ്പികൾ, അത് യഥാക്രമം ഷഡ്ജം, പഞ്ചമം, താരഷഡ്ജം എന്ന ക്രമത്തിലാണ് അവ ക്രമീകരിക്കുന്നത്. ചേർത്തിടുമ്പം നല്ല കർണാനഗന്ധകരമായ ഒരു സൗണ്ടാണ് വരുന്നത്. താഴെയുള്ള താളക്കമ്പികളിൽ 3 എണ്ണം കൂടെ ഒരുമിച്ച് കേൾക്കണം. അപ്പോൾ നമ്മൾ കുഞ്ഞു വിരലിൻ്റെ നഖം കൊണ്ട് അതിന് മുകളിലോട്ട് ഇങ്ങനെ ഒരു സൈഡിലോട്ട് കോറി വിടും. അപ്പോൾ 3 സ്വരങ്ങളും കേൾക്കും. നമുക്ക് മെട്ടുകൾ നോക്കാം. ആദ്യ താളത്തിനാണ് നമ്മൾ എല്ലാ സ്വരങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ രി ഗ മ പ ധ നീ സ. വീണയുടെ മായാമാള ഗൗളയുടെ സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ സ രി ഗ മ
ആരോഹണത്തിൽ ഷഡ്ജത്തിനും പഞ്ചമത്തിനും നിഷാദത്തിനുമാണ് താളം വരുന്നത്. ഒന്നാമത്തെ, അഞ്ചാമത്തെ, ഏഴാമത്തെ സ്വരം. അവരോഹണത്തിൽ ഒന്നാമത്തെ സ്വരം, അഞ്ചാമത്തെ സ്വരം മായാണ്. മായ്ക്കും ത്രീക്കുമാണ് ഒന്നാം കാലത്തിൽ താളം വരുന്നത്. സ്വരസ്ഥാനങ്ങൾ: സ ഓപ്പൺ, ശുദ്ധ ചതുർശ്ര ഋഷഭം, ഷഡ്ശ്രുതി ഋഷഭം, അന്തരകാന്താരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ചതുർശ്രുദൈവതം, കൈശിക നിഷാദം, കാകൽ നിഷാദം, ഷഡ്ജം. ഇത് 12 സ്വരസ്ഥാനങ്ങൾ. ഷഡ്ജം നാച്ചുറൽ സൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ശുദ്ധ ഋഷഭം. ചതുർശ്രു ഋഷഭത്തിൽ ശുദ്ധകാന്താരം ധ്വനിക്കും. അപ്പോൾ ശുദ്ധകാന്താരവും ചതുശ്രു ഋഷഭവും ഒരേപോലെ കേൾക്കും. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു രാഗത്തിൽ വരില്ല. അതുപോലെ സാധാരണ ഗാന്ധാരവും ഷഡ്ശ്രുതൃഷവും ഒരു സ്ഥാനത്ത് വരും. ആ രണ്ട് സ്വരങ്ങളും ഒരു രാഗത്തിൽ വരില്ല. ഒരു രാഗത്തിൽ വരില്ലെന്ന് പറയുമ്പോൾ രണ്ടും ഒരേ സ്വരമാണ് കേൾക്കണം. ഒരേ സ്വരം. അന്തരകാന്താരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം. ചതുർശ്രുതി ദൈവതത്തിൽ ശുദ്ധ നിഷാദം കേൾക്കും. കൈശിക നിഷാദത്തിൽ ഷഡ്ശ്രുതി ദൈവതം വരും. പിന്നെ കാകല നിഷാദം. ഇങ്ങനെയാണ് 16 സ്വരങ്ങൾ 12 സ്വരസ്ഥാനങ്ങളിലായിട്ട് വ്യക്തമായിരിക്കുന്നത്. സംഗീത വിദ്യാർത്ഥികൾ ആദ്യമായി പഠിക്കുന്ന രാഗം മായാമാളകോളയാണ്. അതിന്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തരകാന്താരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശിക നിഷാദം, ഷഡ്ജം. മായാമാളകോള എന്ന രാഗം 72 മേളകർത്ത പദ്ധതിയുടെ 15ാമത്തെ രാഗമാണ്. ഇതിന്റെ സ്വരസ്ഥാനങ്ങളെല്ലാം 2 സ്വരങ്ങൾ വീതം അടുത്ത് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് മായാമാളകോള ആദ്യ പാഠങ്ങൾ പഠിക്കാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കണ്ടുമുട്ടാം. നമസ്തേ.